സഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? എന്തെങ്കിലും വേദന, അസ്വസ്ഥത, മനപ്രയാസം ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ആയതാണ് അല്ലേ? നമ്മൾ ഇൻട്രാക്ഷൻ ബ്ലോക്ക് എന്നാണ്. ഫാൻ ഓഫ് ചെയ്തു. അല്ലാതെ വേറെ ഒന്നുമില്ല. യെസ് യെസ് വിനോദ്. കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രപഞ്ചമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണോ അതോ മറ്റൊരു വ്യക്തി എന്നുള്ള രീതിയിലാണോ? ഈ മറ്റുള്ളവരും പ്രപഞ്ചം തന്നെയാണ്. ഓക്കെ. മറ്റുള്ളവരെന്ന് പറയുന്നതും യൂണിവേഴ്സ് പ്രപഞ്ചം തന്നെയാണ്. ഇതെല്ലാം പ്രപഞ്ചത്തിന്. ഒരാളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോഴും നമ്മൾ പ്രപഞ്ചത്തെയാണ് അറിയുന്നത്. എങ്ങനെ പ്രപഞ്ചത്തെ എത്രത്തോളം നന്നായിട്ട് അറിഞ്ഞു എന്നുള്ള ഭാഗമാണ് അവിടെ അറിയാനുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ടല്ലേ. ഈ മനുഷ്യനൊരു ധാരണയുണ്ട് ഇതെല്ലാം മനുഷ്യനുണ്ടാക്കിയതാണ്. ഈ അഹങ്കാരത്തിൽ നിന്ന് മാത്രമാണ് നമ്മുടെ ഈ പൊട്ടത്തരം മുഴുവനും പറഞ്ഞത്. നമുക്ക് എന്ത് തോന്നണം ഇതൊക്കെ പ്രപഞ്ചത്തിന്റെ ലക്ഷണമാണ്. മനുഷ്യന് തോന്നില്ല മനുഷ്യന്റെ ഇതെല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ചതാണ്. എവിടെ നിന്ന് പറഞ്ഞ പൊട്ടത്തരം? അതിൽ നിന്ന് വിശ്വാസവും ദൈവവും ഈ മറ്റൊരാളെ എതിർക്കുക. എങ്ങനെ എതിർക്കാൻ പറ്റുക? നമ്മൾ എതിർക്കുമ്പോഴൊക്കെ നമ്മളാണ് നശിക്കുന്നത്. മനുഷ്യന് തന്നെ തോന്നുകയാണ്. ഇപ്പൊ ഇന്നലെ ഒരാൾ ചോദിക്കുന്നിട്ടില്ല, സെബാസ്റ്റ്യൻ മരിച്ചതിന് ശേഷം എന്താണ് ഓഫർ കൊടുക്കണമെന്ന്. എന്താ പറയുക? ഇതൊക്കെ മറ്റൊരാൾ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ ശരത്ത് ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് തോന്നൽ വന്നു കഴിഞ്ഞാല് എൻ്റെ ഭാഗത്തുനിന്ന് പോയില്ലേ. ഒന്നും ശരത്തോ വേറെ ആരും ഉണ്ടാക്കണമല്ല. നമ്മൾ ഓരോരുത്തരുടെ തലയിൽ വെച്ച് കിട്ടുകയാണ്. അയാൾ കാരണം അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു. അതൊന്നും അല്ല. അയാള് സ്വാധീനിക്കുന്ന അവസ്ഥ പ്രകാരമായതുകൊണ്ട് അയാൾ അങ്ങനെ പറയുന്നു. അത്രേ ഉള്ളു. മറ്റൊരാൾ പറയുന്നത് പക്ഷെ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യില്ല സാർ. അല്ല, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? നമ്മൾ എത്രത്തോളം നമ്മൾ റിയലൈസ് ചെയ്തു ഇതൊക്കെ ഇങ്ങനെയാണ്. 1 ലിറ്റർ പാത്രത്തിനകത്തോട്ട് 5 ലിറ്റർ വെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ ബലം പിടിച്ചിങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല. വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും ഓക്കെ, അപ്പൊ കേൾവിയുണ്ട്. ഇത് കേൾക്കാൻ പറ്റുന്നില്ല, മനസ്സിലായ? അതുകൊണ്ട് സഫറിങ് ആണ്. എതിർക്കണത് എന്തുകൊണ്ടാണ്? കേൾക്കാൻ പറ്റാത്തതുകൊണ്ട്. ഈ പാത്രത്തിനകത്തോട്ട് ഒഴിക്കാൻ പോകുന്നുണ്ട്, എന്തൊക്കെ പോകുന്നുണ്ട്, എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, എന്താണെന്നൊരു ക്ലാരിറ്റി ഇല്ല. അത്രേ ഉള്ളു. അല്ലാണ്ട് ഒന്നുമില്ല. എല്ലായ്പ്പോഴും വളരെ സിമ്പിളാ. നമ്മളുടെ പെർഫോമൻസ് അല്ലേ, നമ്മൾ പെർഫോം ചെയ്തോണ്ടിരിക്കല്ലേ, ഫുൾ ടൈം പെർഫോം ചെയ്തോണ്ടിരിക്കുക. അപ്പൊ പെർഫോമൻസ് ആ ഫോർമേഷൻ ആ ഫോർമേഷനായിട്ട് കണക്റ്റഡ് ആണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഫോർമേഷനും പെർഫോമൻസും ഇതെല്ലാം കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആണ്. നമ്മൾ ഈ വാക്ക് പറയുന്നിടത്തല്ല. വാക്കിന്റെ അർത്ഥം എന്താണ്? വാക്കിന്റെ അർത്ഥം എന്താണ്? ശരിക്കും വാക്കിന്റെ അർത്ഥം എന്തായിരിക്കണം? വാക്കിന്റെ അർത്ഥം എന്തായിരിക്കണം? അനുഭവമാകണം. ഒരാളെ കേൾക്കുന്നു, അയാളും ഞാനും ഒന്നാണ്. അവിടെ അനുഭവം. ഇത് എതിർക്കണേന്ന്. മറ്റാളെ എതിർക്കുമ്പോഴേക്കും നമ്മളാണ് നശിക്കുന്നത്. നമ്മൾ ആരെങ്കിലും ഒരാളെ എതിർത്താൽ നമ്മളാണ് നശിക്കുന്നത്. ഒരു പാത്രത്തിലെ വെള്ളം മറ്റൊരു പാത്രത്തിലെ വെള്ളമായിട്ട് തല്ലുപിടിക്കണ പോലെയാണ്. ഒരു കല്ല് മറ്റൊരു കല്ലുമായിട്ട് തല്ലുപിടിച്ചാൽ എങ്ങനെ ഇരിക്കും? അത്രേ ഉള്ളു. എന്നപ്പാ ഒരാൾ വിളിച്ചു കഴിഞ്ഞാ ആളെ ഞാൻ പേര് പറയല, ഊഹിച്ചു പറ.
അതെ. ഉം. 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 യെസ്. ഹായ്, ഗുഡ് മോർണിംഗ് സജീവ്. ഹായ് സ്റ്റാർഡസ്റ്റ്, ഗോകുൽ, ഹരീഷ്, ജോർജ്. പുതിയ ആളാണ് വന്നില്ലേ? ജോർജ് പുതിയ ആളാരാ? എല്ലാവരും പുതിയ ആൾക്കാരാ. ബിനീഷ്, ഇതാണ് അത് ജനിയുടെ. വളരെ സിമ്പിൾ അല്ലേ? ഗുഡ് മോർണിംഗ് സർ. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറയ്. ഹലോ മാഷെ, ഈ ലൈവ് ഒരു മൈൻഡിന്റെ ഒരു സ്ക്രിപ്റ്റ് ആണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോഴ് നമുക്ക് നമ്മളെന്ന് പറയുന്ന ആ ബോധത്തിന് ഒരു ലൈവ് എങ്ങനെ നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നു? അല്ല, അതായത് ലൈവ് സ്ക്രിപ്റ്റ് അല്ല. ലൈവ് അല്ല സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ചുറ്റുപാടും കാണുന്നതിനെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നതാണ് സ്ക്രിപ്റ്റായിട്ട് മാറുന്നത്. അല്ല, നമ്മളൊരു വാഹനം ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മള് സാധാരണ അത് ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് തന്നെയല്ലേ പോകുന്നത്. നമ്മുടെ ഒരു ആ, ഓക്കെ. പഴയ വണ്ടി ഇതിലാണല്ലോ പോകുന്നത്. ഓടിക്കുന്ന പക്ഷെ വണ്ടി അവിടെ ഒരു ആക്സിഡന്റ്, ആകസ്മികമായിട്ട് നമുക്കൊരു ആക്സിഡന്റ് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായി വെപ്രാളപ്പെടുന്നു, ഭയങ്കര ഇതാവുന്നുണ്ട് അന്നേരം. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, നമുക്ക് ഈ അങ്ങനെ അല്ലാതെ വരുന്ന ഒരു സന്ദർഭങ്ങളിൽ നമുക്ക് വരുന്ന ഈ ഒരു വെപ്രാളവും പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ വരുന്നത്, അപ്പൊ അതാണോ നമ്മുടെ യഥാർത്ഥ മൈൻഡ്, ഒരു ബോധത്തിന്റെ നമ്മുടെ ഒരു പ്രതികരണം അതാണോ വരുന്നത്, അതോ എങ്ങനെയാന്ന് എനിക്ക് ഇന്ന് വ്യക്തമാക്കാവുന്നു? അതായത് നിങ്ങൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു, അല്ലെ നിങ്ങൾ ഈ സംസാരിക്കുന്നു, ഇതെല്ലാം സ്ക്രിപ്റ്റാണ്. ഈ കോഫി, ഈ സംസാരിക്കുന്ന ഒരാളുണ്ടല്ലോ, സംസാരിക്കാൻ അവിടെ ഒരാളുണ്ട്, അത് സ്ക്രിപ്റ്റ് അല്ല. ഓ, പക്ഷെ അത് നമ്മൾ ഈ അറിയുന്നില്ല നമ്മള്. സ്ക്രിപ്റ്റിൽ എന്തോ അല്ല, സ്ക്രിപ്റ്റിലൂടെ പോകുമ്പോൾ നമ്മൾ അത് അറിയുന്നില്ല. അറിയുന്നില്ല. സ്ക്രിപ്റ്റിനാണ് ഇമ്പോർട്ടൻസ് എന്ന് ധരിക്കുന്നത്. അതാണ് ഞാനെന്ന് ശരി പറയണത്. കാരണം എന്നിൽ കുറെ ശരി സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റ് മാത്രം വായിച്ചു നടക്കുമ്പോൾ ഞാനെന്നുള്ള അഹങ്കാരം വരും. ആ സ്ക്രിപ്റ്റ് മാറ്റി വെച്ചാൽ നമ്മളെല്ലാം ഒന്നാ. ശരി. അപ്പോഴാണ് നമുക്ക് അടുത്ത് നിൽക്കുന്ന ആള് കൂടി നമുക്ക് പവറാകുകയാണ്. അടുത്തൊരാൾ കൂടി ഉള്ളപ്പോ നമ്മൾ പവർഫുൾ ആകുക. ഉവ്വ. അല്ല അടുത്ത് നിൽക്കുന്ന എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മള് ഒരു സത്സംഗമാണേലും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേ നമ്മൾ പരസ്പരം സഹകരിച്ചിരിക്കുമ്പോൾ നമ്മളാവും എന്ന് പറയുന്നെങ്കിലും, ഇപ്പൊ നമ്മൾ ആ വീഡിയോ ആണ് യൂട്യൂബിൽ ഷാഫിയും മാഷിനെയൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സുകൊണ്ട് തന്നെ ഭയങ്കര ഒരു കുട്ടിത്തം പോലെ ഷാഫിയുടെ ഇരിപ്പും ചിരിയൊക്കെ കാണുമ്പോൾ തോന്നും എന്തോ നമുക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നുന്നു, ഒരു സുഖവും ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ സത്സംഗം എന്തെങ്കിലും നടത്തുമ്പോൾ നമ്മൾ സഹകരിച്ചിരിക്കണം, സത്യസന്ധമായി ഇരിക്കണമെന്ന് പറയുമ്പം അതിന്റെ ആ പൊരുൾ എനിക്ക് അതുകൊണ്ട് കൃത്യമായി പിടികിട്ടുന്നില്ല. അതായത് എനിക്ക് അതിൽ എത്താൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ് എന്താണ്. അതായത് നമ്മൾ എത്തണമെന്നുള്ള തീരുമാനം സ്ക്രിപ്റ്റിലാണുള്ളത്. ആ സ്ക്രിപ്റ്റിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ ഇങ്ങനെ എത്തണം, ഇങ്ങനെ ആയിരിക്കണം. ആ സ്ക്രിപ്റ്റ് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റഡ് സംഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ നോക്കിയാൽ ആ സ്ക്രിപ്റ്റിന് ഇത്രക്കേ പറ്റത്തുള്ളൂ. ആ ഒരു സ്ക്രിപ്റ്റ് അങ്ങോട്ട് ഉദാഹരണം പറയാവോ? എന്താ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കിടന്നുറങ്ങുന്നത്, നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ ഉള്ളതല്ല. സ്ക്രിപ്റ്റ് പ്രകാരമല്ല ഉറങ്ങണത്. ഉറക്കം ആ ലൈഫിന്റെ പാർട്ടാ. വിശപ്പ് വരുന്നു, ആ ശരി. വിശപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റഡ് അല്ല. നിങ്ങൾക്ക് വിശപ്പ് വരുന്നു, ആ വിശപ്പ് സ്ക്രിപ്റ്റിലുള്ളതല്ല. പക്ഷെ വിശക്കും, എനിക്ക് 1 മണിക്ക് വിശക്കും എന്ന് പറയുന്നത് സ്ക്രിപ്റ്റാണ്. വിശപ്പ് വരുന്നത് സ്ക്രിപ്റ്റ് അല്ല. എനിക്ക് 1 മണിക്ക് വിശക്കും എന്ന് പറയുമ്പോൾ അത് സ്ക്രിപ്റ്റഡ് ആയി.
എന്നിട്ട് 1 മണിക്ക് എനിക്ക് ഭക്ഷണം കിട്ടിയിരിക്കണം കേട്ടാ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് വെച്ച് നമ്മൾ റൺ ചെയ്യാൻ നോക്കിയാണ്. വിശപ്പ് വന്നിട്ടല്ല, എനിക്ക് എൻ്റെ ശീലമാണ് 1 മണിക്ക് വിശന്നിരിക്കും. പക്ക സിമ്പിളാണ്. പക്ഷെ സത്സംഗം എന്ന് പറയണത് നിരന്തരം നടക്കുന്ന രണ്ടുപേരും വരുമ്പോ മാത്രമല്ല, നമ്മൾ അന്തരീക്ഷമായിട്ടും സത്സംഗമാണ് നടക്കുന്നത്. ഫുൾ ടൈം എൻവയറമെന്റ് ആയിട്ടൊരു സത്സംഗമാണ് നടക്കുന്നത്. സാർ നമ്മൾ അങ്ങനെ സ്റ്റാൻഡപ്പ് അറിയില്ല എന്നാണോ വിനോദ് സാർ പറയുന്ന പോലെ സ്റ്റാൻഡിൽ വരുന്നത്? നമ്മളാകുന്ന സ്റ്റേജിൽ അറിയില്ല, ഓരോ സാധനം വരുന്നത് ഫ്രഷ് ആയിട്ടാണ് ആ നേരത്തെ ഡീൽ ചെയ്യുക. അതാണ് നമ്മുടെ സ്റ്റാൻഡ് ഉണ്ടാവുക. അതെ, നമ്മൾ വെള്ളത്തിൽ മുങ്ങി കിടക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ വരികയും പോവുകയും എന്നുള്ള ഭാഗമില്ല. വെള്ളത്തിന്റെ മർദ്ദം കൂടുകയും കുറയുകയുമാണ്. എന്നുവെച്ചാൽ വെള്ളത്തിന്റെ അടിയിലോട്ട് പോകുമ്പോൾ മർദ്ദം കൂടും, മുകളിലോട്ട് വരുമ്പോൾ മർദ്ദം കുറയും. അപ്പൊ വ്യത്യാസം ഉണ്ടാവും, അനുഭവത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇതാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ നടക്കുന്നത്. അപ്പൊ ഗ്രാവിറ്റിയുടെ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മർദ്ദം കൂടും. ഗ്രാവിറ്റി കുറഞ്ഞ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ മർദ്ദം കുറഞ്ഞു വരും. അപ്പൊ മർദ്ദം കുറയണ ഭാഗത്ത് നമുക്ക് സത്സംഗം നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും. മർദ്ദം കൂടിയ ഭാഗത്തോട്ട് പോകുമ്പോൾ ഭാരം കൂടി, ഇതെല്ലാം നമ്മുടെ സെൻസ് ഓർഗൻസ് വെച്ച് ചെയ്യുന്ന പരിപാടിയാ. മർദ്ദം കൂടിയ ഭാഗത്തോട്ട് പോകുന്നു, മർദ്ദം കുറഞ്ഞ ഭാഗത്തോട്ട്, ഒട്ടും മർദ്ദമില്ലാത്ത ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെന്ന് പറയാൻ പോലും പറ്റത്തില്ല. അപ്പൊ നമ്മളെന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഇക്വിലിബ്രിയം. അപ്പോഴാണ് അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഡ്രൈവ് ചെയ്യാനോ അങ്ങനെ ഒരു കാര്യം നമ്മളായി ചെയ്യാൻ പറ്റിയല്ലേ? എന്തോ നമ്മളായിട്ട് അന്നേരം ഒരു ഡ്രൈവ് ചെയ്യാനോ അങ്ങനെ നമ്മളൊരു ജോലി ചെയ്യാൻ പറ്റിയല്ലെന്ന് ചോദിക്കുന്നത്. അപ്പം ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പൊ നമ്മളല്ലേ സംസാരിക്കുന്നത്. അല്ല, നമ്മള് ഒരു അപകടം ഉണ്ടാകുമ്പോഴേ നമ്മളതിന് പ്രതികരണം അതുപോലെ സ്ക്രിപ്റ്റഡിൽ പോയത് കൊണ്ടാണ് ആ പ്രതികരണം അങ്ങനെ വന്നതെന്ന് ഇപ്പൊ പറഞ്ഞത്. അപകടം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ അപകടം എന്താണ്? നമ്മുടെ ശ്രദ്ധ കുറയുമ്പോഴാണ്. എന്തോ നമ്മുടെ ആ ശ്രദ്ധ കുറയുമ്പോഴല്ലേ അപകടം ഉണ്ടാവുന്നത്. അതെ. അപ്പൊ സൂക്ഷ്മ തലത്തിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, മർദ്ദം കുറഞ്ഞ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാല് നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണാം. ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നതിന് മുമ്പേ ആക്സിഡന്റ് ഉണ്ടാകുന്ന ഭാവം അറിയാം. മനസ്സിലായ? അറിയാവോ? പിന്നെ തീർച്ചയായിട്ടും അപകടം ഉണ്ടാകുന്നതിന് മുമ്പേ അറിയാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ മർദ്ദം കൂട്ടി വെച്ചിരിക്കുക. ഈ മർദ്ദം കൂട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് മർദ്ദം കൂടുമ്പോൾ തന്നെ ഇവിടെ അപകടത്തിനുള്ള സാധ്യത വന്നു കഴിഞ്ഞു. കൊളീഷൻ വരുമല്ലോ മർദ്ദം കൂടിക്കഴിഞ്ഞാൽ. ഭാരം കൂടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കല്ല് ഒരു ചരിവിലിരിക്കുകയാണ്. ഓക്കെ, ആ കല്ലിന്റെ ചരിവിലിരിക്കുമ്പോൾ അതിന് ആ കറക്റ്റ് വെയിറ്റ് ആണ്. അപ്പം അതിന്റെ പുറത്ത് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ കല്ല് മറിയും. വെയിറ്റ് ഗ്രാവിറ്റി കൂടിക്കഴിഞ്ഞാൽ അപ്പം മറിയും. ബോഡിയിൽ ഗ്രാവിറ്റി കൂടിക്കഴിഞ്ഞാൽ അപ്പം ആക്സിഡന്റ് ഉണ്ടാവും. ഉണ്ടായേ പറ്റത്തുള്ളൂ, ദേഷ്യപ്പെട്ടേ പറ്റത്തുള്ളൂ. അതോടെ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നത്, നമ്മളിങ്ങനെ ഒരു അപ്പൂപ്പൻ താടി പോലെ ഇങ്ങനെ പറന്ന് നടക്കണമെന്നിരിക്കട്ടെ, അതിന് ആക്സിഡന്റ് ഉണ്ടാവുക? അതിന് ആക്സിഡന്റ് ഉണ്ടാകില്ല. കാരണം കാറ്റ് അങ്ങോട്ട് വീശുമ്പോൾ അത് അങ്ങോട്ട് പോകും, കാറ്റ് ഇങ്ങോട്ട് വീശുമ്പോൾ അത് അങ്ങോട്ട് പോകും. അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുമല്ലേ. അതിനൊരു കൊളീഷൻ സംഭവിക്കുക, അതെന്തെങ്കിലുമായിട്ടൊരു കൊളൈഡ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടാ? ഹലോ, ആരാണവിടെ? മന്ത്രി വന്നാ? അപ്പൊ ഒരു ആക്സിഡന്റ് എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ വെയിറ്റ് അങ്ങ് കൂട്ടുന്നു. വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് വണ്ടി ഓടിച്ച് നോക്കി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അവിടെ അൺഫോർസീൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. അൺഫോർസീൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ഒരു പോസിബിലിറ്റിയും ഇല്ല അങ്ങനെ ഒരു സംഭവത്തിന്. സാർ, ഗ്രാവിറ്റി കൂടുന്നത് നമ്മളുടെ വ്യക്തിപരമായിട്ട് താല്പര്യം കൂടുന്ന സമയത്തല്ലേ വരുന്നത്? അതെ, നിങ്ങളെ കാണണം, എനിക്ക് ഇപ്പൊ കാണണം എന്ന് ഞാൻ ബലം പിടിച്ചാൽ ഗ്രാവിറ്റി കൂടിക്കൂടി വരികയും.
ഞാൻ ഇവിടെ ഇരുന്ന് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടാക്കാം എന്നിൽ. ആ ആക്സിഡന്റ് ചിലപ്പോൾ വല്ല സെറിബ്രൽ ഹെമറേജാ, അല്ല ഏതെങ്കിലും ചെറിയ ചെറിയ ഞരമ്പുകൾ പൊട്ടിപ്പോകുന്ന ആക്സിഡന്റ് ആയിരിക്കും. ആരും അറിയുന്നില്ല അങ്ങനെ. ചെറിയ ചെറിയ രക്തക്കൊള്ളുകളൊക്കെ പൊട്ടിച്ച് കളയാൻ ഇങ്ങനെ ഓരോ പ്രാവശ്യം ബലം പിടിച്ച്. പക്ഷേ ഇങ്ങനെ ഓരോ ചെറിയ രക്തക്കൊള്ളുകൾ പൊട്ടുമ്പോൾ, ഓരോ രക്തക്കൊള്ളുകൾ പൊട്ടി വരുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോ രക്തക്കൊള്ളുകൾ പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ സെൻസ് കുറഞ്ഞു വരും. നമ്മുടെ ശരീരം മരവിച്ച് വരും. ഓരോ രക്തക്കൊള്ളുകൾ ഇപ്പൊ നിർത്താം. ഞങ്ങള് ഉടുപ്പില്ല, ഞങ്ങളന്ന് പുറത്തോട്ട് പോയിരുന്നു. കോഴിക്കോട് വയനാട്ടോട്ടൊക്കെ ഒന്ന് പോകാനുള്ള പ്ലാൻ രാവിലെ ഇറങ്ങണമെന്ന് ഇട്ടിരുന്ന് വിചാരിച്ചിരുന്നാണ്. ഈ കുട്ടിയുടെ ഉഴപ്പ് കാരണം രാവിലെ ഞങ്ങളിപ്പോ പോകും. അതിനു മുമ്പുള്ളൊരു ചെറിയൊരു ഷോട്ട് തന്നിട്ട് പോകാന്ന് വിചാരിച്ചാ. അപ്പൊ ഇത്രയേ ഉള്ളു, മനസ്സിലായി? അവിടെ ഇരുന്ന് നമ്മുടെ ശരീരത്തിൽ ചെറിയൊരു രക്തക്കൊള്ളുകൾ, ഓരോ കുഞ്ഞു രക്തക്കൊള്ളുകൾ പൊട്ടുമ്പോഴെല്ലാം നമുക്ക് നാശം സംഭവിക്കുക. അപ്പോൾ ഈ രക്തക്കൊള്ളുകൾ, സൂക്ഷ്മമായിട്ടുള്ള രക്തക്കൊള്ളുകളൊക്കെ ഇങ്ങനെ സജീവമായിട്ട് പ്രവർത്തിച്ച് വരുമ്പോൾ നമ്മൾ സ്പേസിനെ സെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കാരണം പുതിയ രക്തക്കൊള്ളുകൾ, അതല്ല പുതിയ രക്തക്കൊള്ളു, സ്നേഹവും വാത്സല്യവും ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം, അതൊന്ന് കൊണ്ടുവന്ന് നോക്കിക്കേ. അത് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആ പുതിയ രക്തക്കൊള്ളുകൾ സ്പ്രൗട്ട് ചെയ്യാനുള്ള വെച്ചാൽ ഗ്രാവിറ്റി പറഞ്ഞ സ്പേസുമായിട്ടുള്ള കണക്ഷനാണ്. അവിടെ ഗ്രാവിറ്റി പറഞ്ഞു സ്പേസുമായിട്ടുള്ള കണക്ഷനാണ് അവിടെ വരുന്നത്. അപ്പൊ തന്നെ നമുക്ക് നമ്മൾ കോൺഷ്യസ് ലെവൽ ഇങ്ങനെ ആകുക. കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എന്താണ്? ആ സ്പേസുമായിട്ട് കണക്ട് ചെയ്തുള്ള സെൻസാണ്. അവിടെ രൂപങ്ങളില്ല. കാരണം എന്താണ്? സ്പേസ്, ആ സ്പേസ് തന്നെ സെൻസ് ചെയ്യണം, ആ മർദ്ദത്തെ സെൻസ് ചെയ്യണം. അതുകൊണ്ടാണ് നമുക്ക് വിജ്ഞാനം, ഇൻറ്റ്യൂഷൻ ഇതെല്ലാം വരുന്നത് എവിടെയാ? ഇതെല്ലാം വളരെ സിമ്പിളാണ്, മനസ്സിലായ? സർ, മർദ്ദം കുറയുന്നോണ്ടൊന്നും പ്രശ്നമുണ്ടെന്ന് സാറ് പറയുന്നുണ്ടാവുന്നില്ല, എന്താ എങ്ങനെയത്? കാരണം ഗ്രാവിറ്റി ഒട്ടും ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഈ സ്പേസിൽ നമുക്ക് ഇപ്പൊ ഭ്രാന്തന്മാര് നടക്കണ കണ്ടിട്ടില്ലേ? ഭ്രാന്തന്മാര് എന്ന് വെച്ചാൽ അവര് സ്പേസിലോട്ട് ആയിപ്പോയി പെട്ടെന്ന്. അവിടെ ഗ്രാവിറ്റി വിട്ടു, ബോഡിയിൽ ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്ന അറിയുന്നില്ല, മനസ്സിലായി? ഭ്രാന്തെന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. അവർക്ക് ആ ബോഡിയിൽ ഉള്ള സെൻസ് ഇല്ല, മനസ്സിലായ? ആ ബോഡിയിലുള്ള സെൻസ് നഷ്ടപ്പെട്ടു, ബോഡി സെൻസ് നഷ്ടപ്പെട്ടു പോയി, സ്പേസ് സെൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? പക്ഷെ നമ്മൾ അവിടെയാണ് യാന്ത്രികമായിട്ട് പലതൊക്കെ നമ്മൾ ചെയ്തു പോകുന്നത്. കാരണം ബോഡി ഇങ്ങനെ മർദ്ദം കൂടിയിരിക്കുമ്പോഴാണ് നമ്മൾ ഈ പൊട്ടിത്തെറിക്കുന്നത്. ദേഷ്യം പറഞ്ഞാൽ എന്തിനാണ്? ആ സ്പേസിനോടുള്ള കണക്ഷനുള്ള ക്രേവിങ് ആണ്, മനസ്സിലായ? അതുകൊണ്ടാണ് പൊട്ടിത്തെറിക്കുന്നത്, പൊട്ടിക്കരയുന്നത്. ആ സ്പേസ് കണക്ഷനായിട്ട് ഇക്വിലിബ്രിയം കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നതാണ്. അത് വിജയിക്കുന്നതാണ് പൊട്ടിക്കരയുന്നു, ദേഷ്യപ്പെടുന്നു. ദേഷ്യപ്പെടുമ്പോൾ അവിടെ എവിടെയാണ് മർദ്ദം കൂടിയിരുന്നത് അത് റിലീസ് ചെയ്യുന്നു. അതിനുള്ള മീൻസ് ആണ്, അത്രയേ ഉള്ളു. ഇത് പക്ക സിമ്പിൾ കാര്യമാണ്, മനസ്സിലായ? ഈ മതവിശ്വാസം എന്ന് പറഞ്ഞ ഒരൊറ്റ സംഭവം കൊണ്ടാണ് മനുഷ്യൻ കിടന്ന് പാടുപെടുന്നത്. ഹലോ പക്ഷേ ഞാൻ ചോദിക്കുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നുന്നില്ല. ഞാനെന്ന് പറഞ്ഞാ ഈ പറഞ്ഞ പോലെ ഇത് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാനൊരു ചെയറിലിരുന്ന മറ്റേ എന്നെ അത് പരിഹസിച്ചാലും എങ്ങനെയാണെന്നും കുഴപ്പമില്ല. എന്റെ ഒരു ഇതാണ് കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോ സംസാരങ്ങൾ വരുന്നതും കൂടെ. അപ്പം ഞാനൊരു ചെയറിൽ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് അനുഭവിക്കുന്ന സത്യത്തില് എന്താണ്, മൈൻഡ് സീറോയിലേക്ക് പോകുന്നുണ്ട്. പോയി കഴിയുമ്പോൾ എന്റെ അരയ്ക്ക് താഴേക്ക് നമുക്കൊരു ഇല്ലായ്മ, അതായത് ഒന്നും ഇല്ലായ്മയും തോന്നുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ എന്റെ ഇൻറ്റ്യൂഷൻ ആണെന്നും അങ്ങ് പറയാതിരിക്കും. ഞാൻ ചിലതൊക്കെ ചെയ്തിട്ടുള്ളതാണ്ട് എന്നും എന്റെ ഒരു ഇതായിരിക്കും. അപ്പം എനിക്കിത് ഒരു സീറോ ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്തൊരു സെക്കൻഡ്, ഒരു അര സെക്കൻഡ് തന്നെ പറയാൻ പറ്റില്ല, അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റാത്ത ഒരു നിമിഷങ്ങളിൽ ഒരു വൈബ്രേറ്റ് വരുന്നുണ്ട്. ഇപ്പം മറ്റൊരാൾക്ക് ഇതിന്റെ അകത്തൊരു ഇത് തോന്നാൻ വേണ്ടി ഞാൻ പറയുന്നത്, എനിക്ക് അങ്ങനെ ഒരു 2-3 പ്രാവശ്യം തോന്നുന്നുണ്ട്. അതുവരെ എനിക്ക് എത്താൻ പറ്റുന്നുള്ളൂ. പിന്നെ എന്താ ഒരു മണവും രുചിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തുന്ന ഒരു അതൊരു സുഖമാണ്. ആ വൈബ്രേറ്റ് ഒരു കുറച്ചു നേരം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു എനിക്ക് എത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ അങ്ങ് പറയുന്നു വെറും സിമ്പിളാന്ന് പറയുന്നു, പക്ഷെ അതിൽ നമുക്കൊരു പിടി കിട്ടുന്നില്ല. അപ്പം എന്തെങ്കിലും അല്ല, ഗുരു ഇല്ല എന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള ഇതിലേക്കാണ് ഞാൻ വന്നിട്ട് ഈ ഒരു വിദ്യയിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. വിദ്യയാണേലും അല്ലേലും അതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടോ കൂടുതലായി?
അതെ അതെ, നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം നിങ്ങൾ വിശദീകരിക്കുമ്പോൾ ആ അനുഭവമായിട്ട് യാതൊരു ബന്ധമില്ലെന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ കുറേ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഇതൊക്കെ അതായിരിക്കുമെന്ന് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നോക്കുകയാണ്. അല്ലാണ്ട് നിങ്ങൾക്കുള്ള അനുഭവത്തിന്റെ ഒരു അംശം പോലും നിങ്ങളുടെ എക്സ്പ്ലനേഷനിൽ ഉണ്ടാകത്തില്ല. അപ്പൊ ഇത് വിശദീകരിച്ചു കൊടുക്കുന്നതിനകത്തൊന്നും അല്ല കാര്യം ഇരിക്കുന്നത്. പിന്നെ അടുത്ത് നിൽക്കുന്ന ആരാണോ അത് നിങ്ങളുടെ ഗുരുവാണ്. അടുത്ത് നിൽക്കുന്ന ആരാണോ അത് നിങ്ങൾ ഗുരു എന്നുള്ള പദം തന്നെ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ണാടിയെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്ലാരിറ്റി അല്ലോ, ഇതാണല്ലേ എൻ്റെ റിഫ്ലക്ഷൻ. അപ്പം നിങ്ങൾ മുഖം മിനുക്കുന്നു. എന്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? നിങ്ങളെ എന്തുകൊണ്ട് കാണാൻ സാധിക്കും? കണ്ണാടി നോക്കിയിട്ട് കാണുമ്പോൾ ഓക്കെ നിങ്ങൾ മുഖം മിനുസപ്പെടുത്തുന്നു. അതുപോലെ മറ്റൊരാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും നിങ്ങളെയാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഗുരു എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളെ അനുഭവിക്കാൻ സാധിക്കുന്ന ഏത് സന്ദർഭവും ഗുരുവാ. ഇത് ഫുൾ ടൈം ഉണ്ട്. കാറ്റ് വീശുമ്പോൾ ഓക്കെ നിങ്ങളുടെ പുറത്ത് കാറ്റ് വീശി, അത് കൊടുങ്കാറ്റാണ്, അല്ലെങ്കിൽ തണുത്ത കാറ്റാണ്, ചൂട് കാറ്റാണ്, ഇതെല്ലാം ഒരു ഗുരുവിൻ്റെ ഭാഗത്തല്ലേ വർക്ക് ചെയ്യുന്നത്. ഗുരു അല്ലേ പറയുന്നത് ഇത് ചൂടാണ്, തണുപ്പാണ്. അവിടെ ആ ഇൻട്രാക്ഷൻ്റെ പോസിബിലിറ്റിയാണ്. അപ്പോൾ ആ ഇൻട്രാക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ, കണ്ടിന്യൂറ്റി വരുമ്പോൾ അവിടെ ഒരാൾ തെളിഞ്ഞു വരും. ഇത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഗുരു എന്ന് പറയുന്നത് ഏതോ ഒരു സ്പെഷ്യൽ കഴിവുള്ള ഒരാൾ, അങ്ങനെയൊന്നുമില്ല. ഇത് അങ്ങനെ ഉള്ള ഒരാളെ അന്വേഷിച്ച് പോയി ഇനി കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെ എല്ലാവരെയും ഉപേക്ഷിച്ച് അയാളുടെ കൂട്ടത്തിരുന്ന് അയാളും ചത്തുപോകും, ഇവരെല്ലാവരും ചത്തുപോകും. ജീവിതം എന്താണെന്ന് അറിയുന്നില്ല. നമ്മളെല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. എല്ലാമായിട്ട് വെള്ളവും ഭക്ഷണവും സർവ്വതുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നടക്കുന്നത് നിരന്തരം ഇല്ലേ? അതിനകത്ത് അല്ലാണ്ട് ഒരാളെ തിരഞ്ഞെടുത്ത് അയാൾ മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ എല്ലാവരും റിജക്റ്റ് ചെയ്യുക. അതാണ് അഹങ്കാരം. അത് ഞാനെന്നുള്ള ഭാഗമാണ്. അപ്പം ആ ഞാനെന്നുള്ള ഭാഗത്തോട്ട് വന്നിട്ടാണ് പിന്നെ ഈ പുസ്തകമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം എന്തോ പോവാം. അപ്പം ശരി എന്നാ.